നരേന്ദ്രമോദിയുടെ കാലുകൾ കഴുകി ആ വെള്ളം കുടിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ബോളിവുഡ് നടൻ സുദേശ് ബേരി. ദൈവത്തിന് സമമാണ് പ്രധാനമന്ത്രി. നരേന്ദ്രമോദി മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നും നടൻ പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിനിടെയാണ് സുദേശ് ബേരി പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തിയത്. കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ഭ്രാന്തന്മാരും തെണ്ടികളുമാണെന്ന് സുദേശ് ബേരി അധിക്ഷേപിച്ചു. മഹാഭാരതം എന്ന ഇതിഹാസ പരമ്പരയിലൂടെയും ബോർഡർ പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെയും സുരാഗ് എന്ന ജനപ്രിയ പരമ്പരയിലൂടെയും പ്രശസ്തനായ നടനാണ് സുദേശ് ബേരി. നടൻ പോഡ്കാസ്റ്റിൽ നടത്തിയ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. CJP-ക്കാർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സുദേശ് ബേരി അധിക്ഷേപിച്ചു. CJP പ്രസിഡന്റ് തന്നെ വിളിച്ച് കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആവശ്യപ്പെട്ടെന്നും എന്നാൽ താൻ ഫോൺ കട്ട് ചെയ്തെന്നും നടൻ അവകാശപ്പെടുന്നുണ്ട്. രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്നവരാണ് CJP-ക്കാരെന്ന് സുദേശ് ബേരി കുറ്റപ്പെടുത്തുകയും ചെയ്തു. കുട്ടികൾക്കോ വയോജനങ്ങൾക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ CJP-ക്ക് കഴിയുമോ എന്നാണ് സുദേശ് ബേരിയുടെ ചോദ്യം. അവർ നുണയന്മാരാണ്, അവർക്ക് ഒന്നും അറിയില്ലെന്നും സുദേശ് ബേരി അധിക്ഷേപിച്ചു. പ്രധാനമന്ത്രി എന്തു തെറ്റാണ് ചെയ്തതെന്നാണ് സുദേശ് ബേരിയുടെ ചോദ്യം. താൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നത് പോലെ അദ്ദേഹത്തെയും ആരാധിക്കുന്നു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലെന്നും സുദേശ് ബേരി പോഡ്കാസ്റ്റിൽ പറഞ്ഞു. വൈറൽ വീഡിയോയെ പ്രകീർത്തിച്ച് BJP അനുകൂലികൾ രംഗത്തെത്തിയപ്പോൾ ഇതുപോലുള്ളവരെ ഉദ്ദേശിച്ചാണ് രാഹുൽ ഗാന്ധി അന്ധഭക്തരെന്ന് പറഞ്ഞതെന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാം. പ്രധാനമന്ത്രി മോദിയോടുള്ള തന്റെ ആരാധന രാഷ്ട്രീയത്തിനപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. സ്വന്തം ഭാര്യയ്ക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ രാജ്യത്തോടൊപ്പം നിൽക്കുമെന്ന് ആളുകൾ പറയും. ഞാൻ അവരോട് പറയും, ഒരാൾക്ക് പരിമിതികളിൽ പെടാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ അൺലിമിറ്റഡുകളിൽ പെടാൻ കഴിയും. മാത്രമല്ല, വീഡിയോ കണ്ടതിന് ശേഷം പലരും വീഡിയോയുടെ കമന്റ് സെക്ഷനിലെത്തി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. സുദേശ് ബേരി മോദിയുടെ കാലുകൾ കഴുകാനും ആ വെള്ളം കുടിക്കാനും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം മോദിയെ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വിളിക്കുന്നു. മോദിയെ കാണാൻ പ്രേരിപ്പിക്കണമെന്ന് അവതാരകരോട് അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും ചോദ്യം ചെയ്യുന്നു. ഒരു മനുഷ്യനെ ജോലിക്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ആരാധിക്കുന്നു. എന്നാൽ ഈശ്വരൻ അല്ലെങ്കിൽ വിഷ്ണു ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയാത്ത ഈ വ്യക്തി, അയാൾ താരതമ്യത്തിന് അതീതനാണ്. വെറും മനുഷ്യനെ ത്രിലോക സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ദൈവവുമായി താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ശരിയായ മനസ്സില്ല. മോദി ഈ ലോകത്തിന്റെ സ്വാമി പോലുമല്ല. മറ്റൊരു കമന്റ് വായിച്ചു. മൂന്നാമൻ ഇങ്ങനെ എഴുതി, എന്തൊരു കഷ്ടം, ഈ ആളുകൾ ആദ്യം ദൈവതുല്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തിരുവെഴുത്തുകൾ ശ്രദ്ധാപൂർവം വായിക്കണം. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.